السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ, ആ ഖുർആനിലെ 89-ാമത്തെ അധ്യായമായ മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. എന്താണ് സൂറത്തുൽ ഫജ്ർ അവതരിക്കാനുള്ള പശ്ചാത്തലം? എന്താണ് അതിന്റെ അവതരണ പശ്ചാത്തലം? മക്കയിലെ കാഫിരീങ്ങൾ, മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന വഴികളിൽ മതിലുകൾ പടുത്തുയർത്തിയപ്പോൾ, അവർ സമ്പത്തിനോടുള്ള അമിത ഭ്രമം അവരുടെ ഉള്ളിൽ കടന്നുകൂടിയപ്പോൾ, യതീമീങ്ങളെ അവർ പരിഗണിക്കാതിരുന്നപ്പോൾ, മിസ്കീന്മാരെ അവർ അവഗണിച്ചപ്പോൾ, അനന്തരം കിട്ടുന്ന മുതലുകൾ അന്യായമായി തിന്നു തീർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനോട് പൂർണ്ണമായും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ധിക്കാരപൂർവ്വമുള്ള ജീവിതം അവർ നയിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന തിന്മകളും നാളെ അവർക്ക് വരാനിരിക്കുന്ന അതിന്റെ വരായികൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അധ്യായമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിനെ ഇവിടെ അവതരിപ്പിച്ചത്. ആ സൂറത്തിന്റെ ആമുഖത്തിൽ തന്നെ കാണാം, വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. എന്താണ് പ്രഭാതത്തിന്റെ പ്രത്യേകത? എല്ലാ മുഅ്മിനും, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഖുശൂഉള്ള സമയം, മുഅ്മിനീങ്ങൾ ഏറ്റവും അധികം ഇബാദത്തുകളിൽ മുഴുകുന്ന സമയം, ആ സമയത്തിന്റെ പോരിശ നാം പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ വലയാലിൻ അശ്ർ, അടുത്ത പുണ്യമുള്ള സമയം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണത്. ഹജ്ജിന്റെ വേളകളാണ്, നാം മനസ്സിലാക്കണം. അതിന്റെ പുണ്യം നാം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആ 2 പവിത്രമായ സമയങ്ങളെ മുൻനിർത്തി അള്ളാഹു സത്യം ചെയ്യുകയാണ്. അതിനുശേഷം ഇരട്ടയും ഒറ്റയും തന്നെ സത്യം. ഈ ആയത്ത് പറഞ്ഞു വയ്ക്കലോടുകൂടി ലോകത്തുള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങളും അതിൽ ഉൾപ്പെടുകയാണ്. അതിനുശേഷം വല്ലൈലി ഇദാ യസ്ർ, സഞ്ചരിക്കുന്ന രാത്രി തന്നെ സത്യം. ഇങ്ങനെ പുണ്യമുള്ള 2 സമയത്തെയും പിന്നെ ലോകത്തുള്ള എല്ലാ മഖ്ലൂഖിനെയും വച്ച് സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ഖസമിന്റെ ജവാബ് അല്ലാഹു കളഞ്ഞിട്ടുണ്ട്. എന്നാണ് അതിന്റെ ജവാബ്? ല യുഅദ്ദിബന്നകുമുൽ കുഫാർ. ഈ പുണ്യമുള്ള സമയത്തെയും ഈ ലോകത്തുള്ള മൊത്തം സൃഷ്ടി ചരാചരങ്ങളെയും വെച്ച് സത്യം ചെയ്ത ശേഷം അല്ലാഹു പറയുകയാണ്, ല യുഅദ്ദിബന്നകുമുൽ കുഫാർ. എന്നിട്ട് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി, അവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. നിങ്ങൾ കണ്ടില്ലേ ആദ് സമൂഹത്തിനെ നിങ്ങൾ റബ്ബ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇറമ ദാത്തിൽ ഇമാദ്, അവര് തൂണുടയവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് തഫ്സീറിൽ കാണാം, അവര് തൂണിനോളം നീളമുള്ള ആളുകളായിരുന്നു. 300-400 അടിയോളം ഉയരമുള്ള ആളുകളാണ് അവർ. അതുപോലൊരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പടച്ചിട്ടില്ല. അത്രയേറെ ശക്തിയും നിഅമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയവരാണ് ആദ് ഗോത്രത്തിലുള്ളവർ.
സമൂദ് ഗോത്രത്തിന് അല്ലാഹു എന്ത് അനുഗ്രഹമാണ് ചെയ്തത്? അവർ വളരെയധികം ശക്തിയുള്ളവരായിരുന്നു. താഴ്വരകളിലെ മലമ്പാറകൾ തുറന്ന് അതിൽ വീട് നിർമ്മിക്കുന്നവരായിരുന്നു. അത്രയേറെ ശക്തിയും അല്ലാഹ് നൽകിയ ഒരു വിഭാഗമാണ് സമൂദ് ഗോത്രക്കാർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ നിഅമത്തും അത്രയേറെ ഖുവ്വത്തും ശക്തിയും കൊടുത്ത ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിപൊടിച്ചെങ്കിൽ, അവരെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, അവരെക്കാൾ ദുർബലരായ നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിമിഷ നേരം മതി എന്ന സൂചന കാഫിരീങ്ങൾക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ ശേഷം മക്കയിലെ കാഫിരീങ്ങൾ ചെയ്തു കൂട്ടുന്ന അന്യായമായ ചെയ്തികളെ കുറിച്ചും നാളെ അവർ അനുഭവിക്കേണ്ട വരും വരായികകളെ കുറിച്ചും അങ്ങനെ അവർക്ക് അനുഭവിക്കേണ്ട ശിക്ഷകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിവരിക്കുന്നുണ്ട്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളും പറഞ്ഞ രീതിയിൽ മാന്യമായി ഈമാനോട് കൂടി ജീവിച്ച മുഅ്മിനീങ്ങൾക്കുള്ള ഗുണങ്ങളും അവർക്കുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ഖുർആൻ കാലാതീതമാണെന്ന് നാം എപ്പോഴും പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എക്സ്പ്രസിംഗ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ പ്രചാരണം പ്രസരിപ്പ് എന്ന ആശയത്തിലാണ്. ഫലസ്തീൻ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രീണനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നാം ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മക്കളോട് കൂട്ടക്കുരുതികൾ ആവർത്തിക്കുന്ന യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേലിന്റെ മക്കളോട് പറയാനുള്ളത്, ഈ കാണുന്ന കാഫിര്യങ്ങൾ ചെയ്തു കൂട്ടിയ പോലുള്ള ഫസാദുകൾ നിങ്ങൾ ഇനിയും അധികരിപ്പിച്ചാൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടില്ലേ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഇതിനെയൊക്കെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.